വൈകുന്നേരത്തെ ചായ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിലും ഒരിച്ചിരി വൈകിയാണെങ്കിലും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. കുറേ കഴിയുമ്പോഴേക്കും എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. അതൊരു വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. ചായ എനിക്ക് പാൽച്ചായ മസ്റ്റാണ്. പിന്നെ ഒട്ടും പറ്റാത്ത സമയത്ത് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. എന്നാലും എനിക്ക് പാൽച്ചായ തന്നെയാണ് മുഖ്യം. നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ ഒരു പ്രത്യേക എനർജി അല്ലേ. അപ്പോൾ പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോയാണ്. പൊന്നു ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് അവൾക്ക് ഇന്ന് 4 മണി തുടങ്ങി. ഇന്നലെ 4 മണി തുടങ്ങി 6:30 വരെയായിരുന്നു ട്യൂഷൻ. അപ്പം നേരത്തെ വിടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പോണതിന് മുന്നേ എന്നോട് പറഞ്ഞു, മമ്മ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തെങ്കിലും ചായ കുടിച്ചില്ല കേട്ടോ. ചായ വന്നിട്ട് മതിയെന്ന് പറഞ്ഞ് പോയേക്കുവാണ്. പൊന്നു മുണ്ടൻവേലിയിൽ തന്നെയാണ് കേട്ടോ കാറ്റിസത്തിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ശനിയാഴ്ച ആകുമ്പോഴേക്കും മുണ്ടൻവേലിലേക്ക് പോകുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒടുക്കി പെറുക്കി അടിച്ചു വാരെ എന്തെങ്കിലും നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതും ഒരു സന്തോഷമുണ്ട്. എന്താണേലും മുണ്ടൻവേലിയിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. എത്ര വയ്യാതിരുന്നാലും അഥവാ മടി പിടിച്ചിരിക്കണമെങ്കിൽ പോലും സമയമാകുമ്പോഴേക്കും ചടപടാന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കൂട്ടാ. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ അലക്കിയിട്ട തുണികൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡോട് കൂടി മുറ്റത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. 2 തവണ മഴ പെയ്തപ്പോഴേക്കും ഞാനതെടുത്ത് അകത്ത് വെച്ചേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ചായ കുടിച്ചിട്ടാവും ബാക്കി പരിപാടികളെന്ന് കരുതി. ചായ കുടിക്കാനിരുന്നപ്പോഴാണ് കയ്യിലെ നീറ്റൽ അസഹനീയമായിട്ട് തോന്നിയത് എനിക്ക്. എന്ന് വെച്ചാൽ ചായ ഗ്ലാസ് ചൂട് ഗ്ലാസ്സാണല്ലോ. ചൂട് ഗ്ലാസ് പിടിച്ചപ്പോഴേക്കും പൊള്ളിയ കൈക്ക് ഒന്നും കൂടി ഒരു എന്താ പറയുക, ഒരു നീറ്റലെടുക്കുന്ന പോലെ തോന്നി. അതാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കിയ സമയത്ത് കയ്യിലേക്ക് 2 കൈയിലേക്ക് എണ്ണ തെറിച്ച് വീണതാണ് കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ ഈ പൊള്ളലും പിടിച്ചുകൊണ്ട് അങ്ങനെ കുത്തിയിരുന്നേനെ. പക്ഷെ ഇപ്പം അതൊന്നും നടക്കണ കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കയ്യിലെ പേസ്റ്റ് പോയാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് പാത്രം കഴുകലും അവിടെ ക്ലീനിങ്ങും സ്ലാബ് ക്ലീനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കണേ. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും നല്ല ഉറുമ്പായിരിക്കും എല്ലായിടത്തും. അത്ര പഴകിയ വീടൊന്നും അല്ല ഇതെങ്കിലും അവർ 2 വർഷത്തോളം ഉപയോഗിക്കാതെ ഇട്ടിരുന്നത് കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു മോശാവസ്ഥയിലായിട്ടുണ്ട്. കട്ടിലയാണെങ്കിലും കട്ടിലുകളാണെങ്കിലും എല്ലാം. അപ്പം ഉറുമ്പ് ഒരു ചെറിയ തണവ് തട്ടിയാൽ മതി, അപ്പം തന്നെ ഉറുമ്പ് നിറയും കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സ്നാക്സ് ഇടുന്ന ടിന്നുകൾ, പഞ്ചസാര ഇടുന്ന ടിന്നുകൾ, ചിലപ്പോൾ നമ്മൾ ഈ ചോറ് വാർക്കുന്ന കലത്തിൽ വരെ ഉറുമ്പ് വക്കത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ മിക്ക സാധനങ്ങളും ഇറക്കി വെക്കാറ്. ടിന്നുകളൊക്കെ വെക്കാനായിട്ട് ഷെൽഫൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വരണതിന് തൊട്ട് മുമ്പാണ് ആ മുകളിലിരിക്കുന്ന ഷെൽഫ് അവരടിച്ച് റെഡിയാക്കി തന്നത്. പക്ഷേ ഈ ഉറുമ്പ് കയറുന്ന പ്രശ്നം കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും വെക്കാറില്ല. ഇത് ചായപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ട്രേയിലാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗീയും പിന്നെ ബട്ടറും കൂടെ വെച്ചേക്കണത് കേട്ടോ. അതും ട്രേയുടെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഗ്ലാസ്സുകൾ, കപ്പ് സോസർ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ടോപ്പിൻ്റെ സ്റ്റൗ വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ജൂഡ്സിനോട് എപ്പോഴും പറയുമായിരുന്നു വേറൊരു സ്റ്റൗ വാങ്ങിക്കണം. കാരണം മുണ്ടമേലത്തെ സ്റ്റൗ ഒരു 40 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം എൻ്റെ കല്യാണത്തിന് സമയത്ത് അതുണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചൻ, ജൂഡ്സൻ്റെ അപ്പച്ചൻ പോർട്ടിൽ വർക്ക് ചെയ്തിരുന്നോണ്ട സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതെങ്ങാണ്ട് വേണം ആ സ്റ്റൗ. എങ്ങനെയായാലും ഒരു 40 വർഷമെങ്കിലും പഴക്കമുണ്ടാവും ആ സ്റ്റൗ. അപ്പോൾ അതൊന്ന് മാറ്റണം. ഭയങ്കര സ്ലോ ആയിട്ടിട്ട് അതിൻ്റെ ബർണറൊക്കെ. അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകണതല്ലാതെ വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊന്നും കണ്ടില്ല. പക്ഷേ നമ്മളിങ്ങോട്ട് താമസം മാറിയ സമയത്ത് വേറൊരു സ്റ്റൗ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം മുണ്ടമേലിലത്തെ വീട് നമ്മൾ റെൻറ്റിനൊന്നും കൊടുക്കാതെ നമ്മളിങ്ങോട്ട് പോകുന്നേക്കണോണ്ട് അവിടെയും ഒരെണ്ണം ആവശ്യമാണ്, ഇവിടെ ഒരെണ്ണം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ് ടോപ്പിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടാണ്. ഇത് നമ്മൾ എറണാകുളത്ത് ഹോൾസെയിൽ നിന്നാണ് ഈ സ്റ്റൗ വാങ്ങിയത്. സ്റ്റൗവിൻ്റെ സൈഡിൽ ഞാനൊരു റബ്ബർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണത്. അപ്പോൾ വെള്ളത്തിൻ്റെ കലവും അതുപോലെ ഗ്ലാസ് വെക്കുന്ന ട്രേയും ഒരു പ്ലേറ്റിലാണ് ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ പോലെ കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ റബ്ബർ ഷീറ്റ് അവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കലം അവിടെ വെക്കുന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കൽ ഇവിടെ ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം നമ്മൾ വാട്ടർ ടാങ്ക് 300 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണേ. അപ്പോൾ അന്നന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ആ വെള്ളം തീരും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് പാചകത്തിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഡെയിലി എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളം കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വെള്ളം അവിടെ വന്ന് സ്റ്റോർ ആയെങ്കിലല്ലേ അതിൻ്റെ ഈ ക്ലോറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ക്ലോറിൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ പോകുള്ളൂ. നമ്മൾ അന്നന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു മണവും അതിൻ്റെ ഒരു ചൊവയും അതിനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ എനിക്കാണെങ്കിൽ ഞാൻ പിന്നെയും ഗ്രാമ്പൊക്കെ ഇട്ട് തിളപ്പിച്ചൊക്കെ കുടിക്കും. പൊന്നൊട്ടും വെള്ളം കുടിക്കൂല കേട്ടോ. അവൾ സ്കൂളിൽ ചെന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ മേടിച്ചിട്ടാണ് കുടിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ആയില്ലേ എങ്ങനെയെങ്കിലും കുടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര മടിയാണ് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ. അതല്ലെങ്കിൽ 1.5 കുപ്പിയ വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം അധികം കുടിക്കാറില്ല. ചായ കുടിക്കും, പിന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്താൽ അതും കുടിക്കും. അല്ലാതെ വെള്ളം തിളപ്പിച്ചത് അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. എന്നാലും ഞാൻ എല്ലാ ദിവസവും കുറച്ച് വെള്ളം തിളപ്പിക്കും കേട്ടോ. ഒരു കലം മുഴുവൻ തിളപ്പിച്ചില്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കും. എപ്പോഴാണോ ഒരു അത്യാവശ്യം വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ഈ പാത്രം കഴുകി വെക്കുന്ന ട്രേ ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്ക്. എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും ആകൂലല്ലോ, പാത്രം നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ട. ഇതിലങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോയി അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണേ. അപ്പം നമ്മുടെ ചാനലിൽ അതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ആ ഭിത്തിയിൽ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സിങ്ക് ഒന്ന് കഴുകിയ സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു വെളുത്തുള്ളി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് കളയാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. എൻ്റെ തന്നെ ഡ്രസ്സ് കൊണ്ടിട്ട് ഞാൻ ഈ പാത്രം കഴുകി വെച്ചിരുന്ന ആ ട്രേ ഉണ്ടല്ലോ, അത് ഞാൻ ആ ബക്കറ്റിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. എല്ലാം കൂടെ താഴെ വീണ് എൻ്റെ പ്ലേറ്റ് ഒരെണ്ണം പൊട്ടുകയും ചെയ്തു. അതുപോലെ എല്ലാം പിന്നെയും കഴുകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാനോർത്ത് എന്തായാലും എല്ലാം വീണ് എനിക്കൊരു പണി തന്നതല്ലേ, എന്നാൽ ഈ ട്രേ ഒന്നും കൂടെ ഒന്ന് കഴുകിയേക്കാം എന്ന് കരുതിയിട്ട് ആ ട്രേ ഞാൻ എപ്പോഴും കഴുകാറില്ല. അടിയിലത്തെ ട്രേ ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട്, പക്ഷേ ഈ പാത്രം വെക്കുന്ന ട്രേ എപ്പോഴും അങ്ങനെ കഴുകാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ കഴുകാറുള്ളൂ. പിന്നെ അതും കൂടി ഒന്ന് തേച്ച് കഴുകി എല്ലാ പാത്രങ്ങളും രണ്ടാമത് കഴുകി എടുത്ത് വെച്ച്. അല്ലെങ്കിലും ഒരു സമാധാനത്തോടെ അല്ലാതെ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി, ഒരു തട്ടുകേട് ഇതുപോലെ കിട്ടൂട്ടാ. ചെയ്തത് തന്നെ ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. അതുപോലെ ഇപ്പോൾ കയ്യും പൊള്ളി, അതിൻ്റെ ഒരു നീറ്റലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പാത്രങ്ങളെല്ലാം കൂടി പിന്നെയും കഴുകേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഒരു മുഷിച്ചിലുണ്ട്. എന്നാലും സാരമില്ല, മുണ്ടമ്പയിലോട്ട് പോകാനല്ലേ, അതിൻ്റെ ഒരു ഇത് പിന്നെയും ബാക്കിയുള്ള പണികളും കൂടി ഞാൻ ചെയ്തിട്ടാ. ഈ പാത്രം പൊട്ടിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് പാത്രങ്ങളൊക്കെ കുറവാണല്ലോ, ഞാൻ അവിടെ നിന്നൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സീമ എന്തെങ്കിലും ഫ്രൈ ആയിട്ടൊക്കെ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ പൊന്നൂന് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാൻ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന് തന്ന 2 പ്ലേറ്റാണ്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ പൊട്ടിപ്പോയത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ആശ്വാസമുണ്ട്. കാരണം തിരിച്ച് നമ്മൾ ഈ വീട്ടിലോട്ട് വന്ന് കയറുമ്പം അത്രയ്ക്ക് അങ്ങോട്ടൊരു മുഷിച്ചിൽ തോന്നൂലല്ലോ. നമുക്ക് പണിയെടുക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു എനർജിയും വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു സന്തോഷവും ഒക്കെ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴെയും കൂടി ഒന്ന് തുടച്ചിട്ട്, ഞാൻ വ്യാഴാഴ്ച തന്നെ എല്ലാ മുറിയും അടിച്ച് തുടച്ച് മാറാലയൊക്കെ തുടക്കുകയൊക്കെ ചെയ്തതാണ്. എന്നാലും അടുക്കളയിൽ നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം വെള്ളമൊക്കെ ഇടയ്ക്ക് വീഴുന്നത് കാരണം അടുക്കള ഒന്നും കൂടി തുടച്ചിട്ടതാണ് കേട്ടോ. ഈ വെള്ളം പിടിച്ച് വെക്കുന്ന ബക്കറ്റാണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു മൂടി കിട്ടാത്തതുകൊണ്ട് ഞാൻ ബേസൻ വെച്ചും പിന്നെ ബക്കറ്റിൻ്റെ ഒരു മൂടി വെച്ചുമാണ് ഇത് മൂടുന്നത്. ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒരു വലിയ ബേസനാണ് കേട്ടോ. അത് ഞാൻ അലക്കാനെടുത്തത് കാരണം ചെറിയ ബേസൻ വേറെ വാങ്ങിച്ചതാണ്. പക്ഷേ ബേസൻ ഈ ബക്കറ്റിൻ്റെ പിടുത്തമുണ്ടല്ലോ, അതിൻ്റെ ഹാൻഡിൽ അത് ആയിട്ടിങ്ങനെ ഒരു കറക്റ്റായിട്ട് നിൽക്കണ കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ബേസൻ താഴെ വീഴും. എനിക്കത് കഴുകി വെക്കേണ്ടി വരും. പണി ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുമെന്ന് അർത്ഥം. അപ്പോൾ പൊന്നു ഫ്രൈഡേ ഉപയോഗിച്ച യൂണിഫോമും അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലിരുന്ന ഡ്രസ്സും കൂടെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും അത് തിരുമ്മിടാൻ വേണ്ടി വന്നേ. കയ്യിലിട്ട് തിരുമണ കാരണം കുറച്ച് അധികം സമയം എടുക്കും. ഞാൻ ബാത്റൂമിൻ്റെ അകത്ത് വെച്ച് തിരുമാറില്ല കേട്ടോ. പുറത്ത് ഇതുപോലെ പൈപ്പുള്ള കാരണം പുറത്ത് വെച്ചിട്ടാണ് തിരുമുന്നത്. അവളുടെ യൂണിഫോം ഷർട്ടിൻ്റെ കാഫിലും അതുപോലെ കോളറിലും മാത്രമേ അഴുക്കുണ്ടാവാറുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ അഴുക്കൊന്നും കാണാറില്ല. ബ്രഷ് വെച്ചാണ് ഞാൻ സാധാരണ ഉരച്ച് കഴുകാറ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ലൊന്നും ഇല്ലാത്ത കാരണം ബ്രഷ് വെച്ച് ഉരച്ച് കഴുകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ ഡോക്ടർ വാഷ് ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരാന്തയിൽ കെട്ടിയിരിക്കുന്ന അഴയിലാണ് കേട്ടോ ആദ്യം ഇടുന്നത്. അപ്പോൾ ഈ അഴയിൽ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ വർക്ക് ഏരിയയിൽ കെട്ടിയിരിക്കുന്ന അഴയിൽ ഇടാറുള്ളൂ. അതല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ സ്റ്റാൻഡിൽ ഇട്ടിട്ടും മുറ്റത്ത് കൊണ്ട് വെക്കും കേട്ടോ സ്റ്റാൻഡോട് കൂടി. പിന്നെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി കുളിക്കാൻ പോകാമെന്ന് ഓർത്തപ്പോഴാണ് കേട്ടോ മോട്ടർ അടിക്കണ കാര്യം ഓർത്തത്. അപ്പോൾ താഴത്തെ ടാങ്ക് മേളിൽ വെച്ചേക്കണ കാരണം, താഴത്തെ ടാങ്ക് മേളിലെന്ന് പറഞ്ഞാൽ മണ്ണിലോട്ട് ഇറക്കിയല്ല, മണ്ണിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെന്ന് നോക്കിയെങ്കിലേ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ. കാരണം രണ്ടും ഒരേ അളവിൽ തന്നെയുള്ള ടാങ്ക് ആയത് കാരണം താഴത്തെ ടാങ്കിൽ വെള്ളം ഇല്ലാതെ മുകളിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ എത്തിപ്പോവും. അങ്ങനെ ടാങ്ക് നിറയാനൊന്നും നിന്നില്ല. കുറച്ച് വെള്ളം അടിച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടാണ്. കാരണം പൊന്നു വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായി നിൽക്കാമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരുന്നതേ. അപ്പോൾ ഒരുപാട് വൈകാതെ പോവാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം തന്നെ 6:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 6:30ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവളെ കണ്ടില്ല. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്നിട്ടിട്ടും നോക്കണേ, ബാക്കി പരിപാടികളൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ വെറുതെ ഒരുപാട് ഒരുങ്ങാനൊന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകല്ലേ എന്ന് ഓർത്തിട്ട് ഒന്ന് കണ്ണെഴുതിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ണും എഴുതി പൊട്ടും തൊട്ട് ഒരു ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരുക്കം കഴിഞ്ഞു. പിന്നെ മുടി അവൾ വരുമ്പോഴേക്കും കെട്ടാലോ എന്ന് കരുതി. പിന്നെ ഉണങ്ങിയ തുണിയൊക്കെ കുറേ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് കസേരമേൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയായിരുന്നു. പോണതിന് മുമ്പ് മടക്കി അലമാരിയിലോട്ട് കയറ്റിയിട്ട് പോവുകയാണെങ്കിൽ പൊടി പിടിക്കൂലല്ലോ. ഞാനത് മടക്കി തീരാറായപ്പോഴേക്കും പൊന്നു വന്നിട്ടാ. പിന്നെ പൊന്നു അപ്പം തന്നെ അവളുടെ സൈക്കിളെടുത്ത് അകത്തോട്ട് വെച്ചു. അകത്താണ് കേട്ടോ വെക്കുന്നത്. വരാന്തയിൽ വെച്ചാൽ നമുക്കൊരു വിശ്വാസമില്ലാത്തതുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളിവിടെ പുതിയതാണല്ലോ, മതിലും ഇല്ലാത്ത വീടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ അകത്താണ് വെക്കുന്നത്. അങ്ങനെ അകത്തൊക്കെ വെച്ച് ഞാൻ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തേക്ക് പോകുന്നത് കൊണ്ട് ചില സമയത്ത് ഞാൻ ഇവിടെ നിന്ന് സവാളയോ പച്ചമുളകോ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അതല്ലെങ്കിൽ അവിടെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനെന്നാൽ സവാളയൊക്കെ എടുത്തതാണ്. ഓയിലും സവാളയും സാധനങ്ങളൊക്കെ, ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തതാണ്. പിന്നെ ഞാൻ ഓർത്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെ പോരും. കാരണം സീമയുടെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഇരുന്ന് അവൾക്ക് പൊന്നൂന് ഫുട്ബോൾ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോണത്.
തിങ്കളാഴ്ച അവർക്ക് അവധിയാണ് കേട്ടോ. ഫുള്ള് അവധി കൊടുത്തത് പിന്നീടാണല്ലോ. അപ്പോൾ ഇവരുടെ സ്കൂളിന് പിള്ളേർ എല്ലാവരും കൂടെ കരഞ്ഞ് കാല് പിടിച്ച് പ്രിൻസിപ്പളിനെ കൊണ്ട് സമ്മതിപ്പിച്ച് അങ്ങനെ അവധി കിട്ടിയതായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഈ പോക്ക്. അപ്പം ഞായറാഴ്ച തിരിച്ചു വരുമല്ലോ എന്ന് പറഞ്ഞ കാരണം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ വെച്ച്. കാരണം അവിടെ പോയി കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി അങ്ങനെ വേസ്റ്റായി പോകുള്ളൂ. പിന്നെ അതും ഇങ്ങോട്ട് ചുമക്കാൻ നിൽക്കണം. അതുകൊണ്ട് കറിയൊന്നും വെക്കേണ്ട, ഒരു നേരത്തേക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങൾ ഇറങ്ങി. അപ്പം മെയിൻ സ്വിച്ചും കൂടി ഓഫാക്കിയിട്ടേ പോരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ടോർച്ചൊക്കെ വെച്ചിട്ട് അവൾ തന്നെയാണ് ലോക്ക് ചെയ്യുന്നത്. ഇറങ്ങണതിന് മുന്നേ തന്നെ ഞങ്ങൾ യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ യൂബർ വിളിച്ച് അപ്പം മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സന്ധ്യ ഇരുട്ടി തുടങ്ങിയായിരുന്നേ. അങ്ങനെ വഴിയിൽ വന്ന് നിന്ന് യൂബർ നോക്കി നിൽക്കുമ്പോഴേക്കും പൊന്നുൻ്റെ ഒരു ഫ്രണ്ട് ട്യൂഷൻ കഴിഞ്ഞ് പോകണുണ്ടായിരുന്നു. പിന്നെ അവളോട് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞ് നിന്ന് അപ്പോഴേക്കും ഓട്ടോ വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഊബർ കിട്ടാനായിട്ട്. ചിലപ്പോൾ 5-8 മിനിറ്റൊക്കെ എടുക്കുവേ. ഊബർ ഓട്ടോയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. കാരണം ഈ വഴിയിൽ ഇത്തിരി വീതി കുറവായത് കാരണം കാറ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഊബർ ഓട്ടോയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും 5-6 മിനിറ്റൊക്കെ എടുക്കും. അങ്ങനെ ഊബർ വിളിച്ച് ഞങ്ങൾ പോന്നിട്ടാ. അപ്പോൾ പോരുമ്പോൾ ഈ സന്ധ്യയ്ക്ക് പോരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പുഴയുടെ അരികത്ത് ഈ കെട്ടിടങ്ങളുടെയും എല്ലാത്തിൻ്റെയും ലൈറ്റൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും കണ്ടാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ജൂഡ്സന് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 2-3 സ്റ്റോപ്പിനപ്പുറമാണ് ജോലി. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് നേരെ മുണ്ടമ്മയിലേക്ക് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോരണതിന് മുമ്പ് വിളിച്ചപ്പോഴേക്കും ജൂഡ്സൺ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞ വേഗം ഊബറിൻ്റെ പൈസ എടുത്തുകൊണ്ട് വഴിയിൽ വന്ന് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുണ്ടമേലി പോണ സന്തോഷത്തിൽ ഞങ്ങളുടെ കൂടെ ചന്ദ്രേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. ഏതാണ്ട് തോപ്പുംപടി വരെ ഉണ്ടായിരുന്നു പുള്ളി ഞങ്ങളുടെ ഒപ്പം. ജൂഡ്സനാണെങ്കിൽ ഈ സന്ധ്യാസമയം ഇത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ എവിടെ എത്തിയെന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നപ്പോഴേക്കും കുണ്ടന്നൂർ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഒത്തിരി പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഞങ്ങൾ ലേറ്റായി പോയത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ ഇനിയും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. നമ്മുടെ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ 3-4 റോസാപ്പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ്. പൊന്നുവാണെങ്കിൽ റൂമിലോട്ട് കയറി വേഗം തന്നെ കട്ടുമേ കയറിയിരുന്നു. കട്ടിലാണെങ്കിൽ ബെഡുമില്ല. ബെഡ് നമ്മൾ നെട്ടൂരോട്ട് കൊണ്ടുപോയേക്കണ കാരണം ഇവിടെ വെറുതെ പായാണ് കേട്ടോ. പിന്നെ അവളുടെ റൂമിലെ ഈ എസ്തെറ്റിക് സുനാപ്പിളിയൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.